പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കബൂട്ടയെയും ഇക്കിമാരുനെയും ആ വില്ലത്തെയും കാണിക്കുന്നു. അവരാ നദിയെ ലക്ഷ്യമാക്കി ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സീലിംഗ് ചിപ്സ് തകർത്ത് ത്രീ ടൈലിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാനാണ് അവരുടെ ശ്രമം. അപ്പൊ കബൂട്ടോ അവൻ ഇക്കിമാരുവിനെ നോക്കി, നീ ഇത് ചെയ്യാൻ ഓക്കെ അല്ലേ? നിന്നെ കൊണ്ട് മാത്രമേ ഇപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അതിന് ഇക്കിമാര് പറയും, ദയവേത് എന്നെ ഇത് ചെയ്യാൻ നിർബന്ധിക്കരുത്. അത് ചെയ്യുമ്പോ എനിക്ക് ശരീരമാകെ ഒരുപാട് വേദന എടുക്കും. തീർച്ചയായിട്ടും ഞാനിത് ചെയ്യണോന്ന് ഇക്കിമാരോ ആ ഒരു വില്ലത്തിയോട് ചോദിക്കും. വില്ലത്തി അവൾ ഒരു സെക്കൻഡ് ഒന്നും മിണ്ടാതെ ഇപ്പൊ കബൂട്ട പറഞ്ഞ കാര്യങ്ങള് അത് ആലോചിക്കാൻ തുടങ്ങും. നീ ഈ ഒരു മിഷന് അവളെ തടയുകയാണെങ്കിൽ നീയാണ് ഇക്കിമാരുവിന്റെ അമ്മയെ കൊന്നതെന്നുള്ള രഹസ്യം അത് ഞാൻ ഇക്കിമാരു അറിയിച്ച് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് അത് ഞാൻ തകർത്ത് കളയും. അപ്പൊ ഇക്കിമാരു ഇവള് മിണ്ടാതിരിക്കുന്നത് കാണുമ്പോ അവൾക്ക് മനസ്സിലാവും ഈ ഒരു മിഷൻ അത് അവൾ ചെയ്യണമെന്ന്. ഇവിടെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേര് ആ ഒരു ത്രീ ടൈൽ മോൺസ്റ്ററിനെ അതിനെ കറക്റ്റായിട്ട് സീൽ ചെയ്തു. അവർക്കൊരു പോറല് പോലും പറ്റാതിരിക്കാൻ ഇപ്പൊ ടെൻടണും ലീയും അവർക്ക് കാവല് നിൽക്കാണ്. അപ്പൊ അതേ സമയത്ത് ടോബി അവൻ ലോങ് ഷോട്ടില് അവരെ തന്നെ നോക്കി നിൽക്കും. അവന് മനസ്സിലാവും അവരാ ത്രീ ടൈലിനെയാണ് ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നതെന്ന്. കട്ട് ചെയ്ത സായി അവന്റെ എലികളെ ഉപയോഗിച്ച് ഇക്കിമാരുവിനെയും ആ വില്ലത്തെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താക്കാഷി ഉടനെ എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പക്ഷെ പേടിക്കണ്ട, എന്റെ എലികള് അവറ്റകൾ തീർച്ചയായിട്ടും അവരെ കണ്ടുപിടിക്കും. ആകാശ് പറയും, അവൾക്ക് ഓൾറെഡി ഇപ്പൊ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദൂരത്തിലേക്ക് അവളെ കൊണ്ട് പോവാൻ കഴിയില്ല. മാത്രമല്ല ഈ ഒരു അവസ്ഥയില് അവളെ വളരെ എളുപ്പത്തില് നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. അതിന് സായി അവൻ ഉഷാറായിട്ട് പറയും, കുഴപ്പമില്ല, എന്റെ കുറച്ചും കൂടെ എലികളെ ഞാൻ ഉടനെ അയക്കാന്ന് പറഞ്ഞ് അവൻ വീണ്ടും എലികളെ ക്രിയേറ്റ് ചെയ്ത് അയക്കാനായിട്ട് തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് കുട്ടപ്പനും ഷിനോയും നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഇക്കിമാരുവിനെ അവളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വില്ലത്തി അവളെ മിസ്യൂസ് ചെയ്യും. അപ്പൊ മറ്റൊരു ഭാഗത്ത് അടികിട്ടി പഞ്ചറായ നമ്മുടെ അഞ്ചാൾ പട, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല, അവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി നമ്മുടെ നടു ഒടിഞ്ഞത് മിച്ചം. കട്ട് ചെയ്ത ഇപ്പൊ കബൂട്ടോയും ഇക്കിമാരും ആ ഒരു വില്ലത്തിയും അവര് മൂന്ന് പേരും ഇപ്പൊ ആ നദിക്കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അവര് കാണും ദൂരത്തായിട്ട് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേര് ആ ഒരു സീലിംഗ് ചിപ്സു അത് ക്രിയേറ്റ് ചെയ്തത്. കബൂട്ടോ ഉടനെ നമുക്ക് എത്രയും പെട്ടെന്ന് അത് തടയണമെന്ന് പറഞ്ഞ് വീണ്ടും മെഡിസിൻസ് എടുത്ത് ഇക്കിമാരുവിന് കൊടുക്കും. അവള് വേണ്ട വേണ്ട എന്ന് പറയും. പക്ഷെ അതിന് കബൂട്ടോ അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ നിർബന്ധിക്കും. അപ്പൊ അത് കണ്ട വില്ലത്തി അവൾ ആ മെഡിസിൻസ് ഇപ്പൊ തട്ടിത്തെറിപ്പിക്കും. അതിന് കബൂട്ട ദേഷ്യപ്പെട്ട് പറയും, നീ കാരണമാണ് നമ്മൾ ഈ മിഷൻ തോക്കാൻ പോകുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഒറോച്ചിമാറുവിന്റെ മിഷൻ അത് സക്സസ് ആക്കാൻ പറ്റും? അതിന് അവള് പറയും, ഈ ഒരു മെഡിസിൻ കഴിച്ചാ അവക്ക് ഒരുപാട് വേദന എടുക്കും. ദയവേത് എനിക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് കൂടെ തരണം. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോ അതിന് കബൂട്ട പറയും, ഓൾറെഡി നിന്റെ ഗ്യാങ്ങുകളെല്ലാം തന്നെ അടികിട്ടി പഞ്ചറായി കിടക്കാണ്. പിന്നെ എങ്ങനെ നീ ഈ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യും? മാത്രമല്ല നിനക്കിപ്പോ ചക്ര പവറും ഇല്ല. അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ഇട്ട് അതിനെ തോൽപ്പിക്കാൻ പറ്റുമോ? അതിനവള് ഇതെന്തായാലും ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ് കബൂട്ടോയുടെ പെർമിഷൻ വാങ്ങിക്കും. അതിന് കബൂട്ടോ പറയും, നിനക്ക് ഞാൻ അവസാനമായിട്ട് ഒരു ചാൻസ് തരാം. നിന്നെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇക്കിമാരുവിനെ ഉപയോഗിക്കും. പിന്നീട് നീ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് ഇപ്പൊ കബൂട്ടോ പറയും. വില്ലത്തിക്ക് വേറെ വഴിയില്ലാതെ ഇപ്പൊ അത് സമ്മതിച്ച് അവളാവട്ടെ ആ ഒരു മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ മുൻപോട്ട് നടക്കും. ഇവിടെ നമ്മുടെ പെമ്പിള്ളേര് അവരൊരുപാട് കഷ്ടപ്പെട്ട് ആ സീലിംഗ് ചിപ്സു അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഈനോയ്ക്ക് മാത്രം അവളുടെ പവർ നഷ്ടപ്പെട്ട് അവളുടെ ചക്ര പവർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കട്ട് ചെയ്താ ഇവിടെ റിഞ്ചി വില്ലത്തിന്റെ അടുത്തേക്ക് വന്ന് അവൻ പറയും, അവിടെ 2 പേരുണ്ട്, അവർക്ക് 2 പേർക്കും നല്ല പവറാണ്, അവരാണ് ആ 4 പേരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിന് വില്ലത്തി പറയും, കുഴപ്പമില്ല, ആ 2 പേരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ അതേ സമയത്ത് നീ ആ ബാരിയർ, അതായത് സീലിംഗ് ചിപ്സു അത് തകർത്തെറിയണം. കട്ട് ചെയ്ത അസിസ്റ്റന്റ് ചേച്ചി അവള് വിളിച്ചു പറയും, സീലിംഗ് ചിപ്സ് കംപ്ലീറ്റ് ആയി ആ ഒരു ത്രീ ടൈൽ മോൺസ്റ്ററിനെ അതിനെ ലോക്ക് ചെയ്യേ. അപ്പൊ അതേ സമയത്ത് ലീ കാണും ആ ഒരു വില്ലത്തിയും വില്ലനും അവരുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. അവള് പറയും, നിങ്ങളെപ്പോൾ 2 പിള്ളേര് വിചാരിച്ച എന്നെ തടയാൻ കഴിയില്ല. റോക്ലി പേടിച്ചു വരച്ച് ഇപ്പൊ ടെൻടനോട് പറയും, ഇവളാണ് ആ ഒരു ക്രിസ്റ്റൽ യൂസർ നിഞ്ച, അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അതേസമയം ഷിസുനാവട്ടെ അവളുടെ ഫുൾ പവർ എടുത്ത് ആ ഒരു മോൺസ്റ്ററിനെ ഇപ്പൊ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കുട്ടപ്പനും ഷിനോയും ഇക്കിമാരുവെ തേടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ടെൻടണും ലീവ് ആവട്ടെ
ആ ഒരു വില്ലത്തിയുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ലീ വില്ലത്തിനെ ചറപറ കുത്തി അവളെ തൊഴിച്ചെറിയും. പക്ഷേ അവളുടെ ബോഡി മുഴുവൻ ഇപ്പൊ ക്രിസ്റ്റൽ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പിള്ളേര് അവര് ലീഫ് വില്ലേജിലെ നിഞ്ചാസ് ആണ്. അവര് രണ്ടുപേരും ചേർന്ന് നിന്ന് ഇപ്പൊ ഫോർമേഷൻ ലെവലില് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് വില്ലത്തി അവള് കറങ്ങി തിരിഞ്ഞ് അവളുടെ ക്രിസ്റ്റൽ കൈകൊണ്ട് ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരെ നിലത്തടിക്കും. മാത്രമല്ല ആ വില്ലത്തി അവള് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് ഡ്രാഗണെ ക്രിയേറ്റ് ചെയ്ത് ആ സീലിംഗ് തന്നെ ഇപ്പൊ തല്ലി തകർക്കാൻ ശ്രമിക്കുകയാണ്. ഈനോ പേടിച്ചു വരച്ച് അവള് ബാക്കോട്ട് ഓടും. പക്ഷെ അസിസ്റ്റന്റ് ചേച്ചി അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഇപ്പൊ അവളെ പിടിച്ചു നിർത്തും. ഇവിടെ വില്ലത്തി ആവട്ടെ അവളുടെ ഡ്രാഗണെ ഉപയോഗിച്ച് ടെൻട്ടനെയും ലീനെയും അറഞ്ചം പൊറഞ്ചം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ഭാഗത്ത് റിഞ്ചി ആവട്ടെ അവന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ടെൻട്ടനെ നിരക്ക് ചാടിയെത്തും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കുട്ടപ്പൻ അവൻ ഗാമത്തവളകളുമായിട്ട് അവിടേക്ക് വന്ന് ഇപ്പൊ അവനെ അടിച്ചു തെറിപ്പിക്കും. ഉടനെ ഷിനോ അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ആ വില്ലത്തിനെ ഡൈവേർട്ട് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ പെമ്പിള്ളേരെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സീലിംഗ് ജിപ്സു അത് തകർന്ന് ത്രീട്ടയിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ കാക്കാഷി സായും അവര് നടന്നു വരുമ്പോ യാമുട്ടോ സെൻസായി ആവട്ടെ യാമുട്ടോ സെൻസായി ഇപ്പൊ കാക്കാഷിയുടെ അടുത്തേക്ക് വന്ന് പറയും, ഞാൻ എന്റെ ടീമിനെ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു ടീമിനെ ആ സീലിംഗ് ജിപ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ അയച്ചു. ബാക്കിയുള്ള ഞങ്ങള് ആ വില്ലന്മാരെ അടിച്ചു ഓടിച്ചു. അവരെങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ ഇപ്പൊ വലിയൊരു ശബ്ദം കേൾക്കും. അപ്പൊ അവരെല്ലാവരും കാണും ആ ഒരു സീലിംഗ് തകർത്ത് ആ ത്രീട്ടയില് അത് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ പെമ്പിള്ളേര് വിടില്ല. അവരതിനെ ഫോളോ ചെയ്ത് വീണ്ടും അതിനെ സീൽ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഷീനോ, കുട്ടപ്പ ഓടിക്കോ, ഇതാ ത്രീട്ടയിലെ ചക്ര പവർ തന്നെയാണ്. അതിപ്പോ ബാരിയർ തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ടോബി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. ആ ത്രീട്ടയിൽ പുറത്തു വന്നു. ഇനി ഈസി ആയിട്ട് എനിക്കതിനെ പിടിക്കാന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഇവിടെ ഗാമത്തവള അത് കുട്ടപ്പനോട് ചൂടായിട്ട്, നീ ഞങ്ങളെ കൊല്ലാനാണോ സമരം ജിപ്സ് ഉപയോഗിച്ച് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? വില്ലെത്തിച്ചിരിക്കും. അവൾക്ക് ആ 9 കാണുമ്പോ ഇപ്പൊ ഒത്തിരി സന്തോഷാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ വില്ലനെയും കൂട്ടി അവിടുന്ന് മുന്നോട്ട് കുതിച്ചു പായും. അത് കണ്ട 3 മോൺസ്റ്റർ അത് വെള്ളം ഉപയോഗിച്ച് ഇപ്പൊ ചുറ്റുമുള്ളവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. 3 പവറില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ തെറിച്ച് വെള്ളത്തിൽ വീഴും. തവളകൾ രണ്ടും ഇപ്പൊ പേടിച്ചു വിറച്ച് ഡിസപ്പിയർ ആയി പോവും. മാത്രമല്ല വില്ലത്തിയുടെ ഡ്രാഗണെ പോലും അതിന്റെ പവർ തകർത്തില്ലാതാക്കും. ഇവിടെ യുക്കിമാരുവിന് അവളുടെ തല വേദനിക്കാൻ തുടങ്ങും. അവൾക്ക് മനസ്സിലാവും ആ ഒരു 3 മോൺസ്റ്റർ അത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഇവിടെ നദിക്കരയില് നമ്മുടെ 3 പെണ്ണുങ്ങളും അങ്ങനെ ക്ഷീണിച്ചു കിടക്കുകയാണ്. ഈനോ ഓൾറെഡി അവള് ബോധം കെട്ട് വീണുകൊണ്ട് തന്നെ ഷിനോ അവളെ തൂക്കിയെടുത്ത് ഇപ്പൊ കരയിലേക്ക് വരും. ഇവിടെ ഇക്കിമാരു അവള് പേടിച്ചു വരച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇപ്പൊ ഇക്കിമാരു കാണും ആ ഒരു വില്ലത്തി അവള് ബോധം കെട്ട് അങ്ങനെ കിടക്കുന്നത്. അവളുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ആ ഒരു 3 മോൺസ്റ്റർ അതാ വില്ലത്തിയെ കൊല്ലാനായിട്ട് അവളുടെ തൊട്ടടുത്ത് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇക്കിമാരു അതിനെ കണ്ടുടനെ ഇപ്പൊ നിലവിളിക്കും, റിഞ്ചി കണ്ണു തുറക്ക്, അത് നിന്റെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അതേ സമയത്ത് ഇവിടെ ഷിനോയും കുട്ടപ്പനും ആവട്ടെ ഇപ്പൊ ആ 3 മോൺസ്റ്ററിനെ അതിനെ അന്വേഷിക്കുകയാണ്. ഇവിടെ ഇക്കിമാരു ടെൻഷനായിട്ട് അവള് നോ എന്ന് പറഞ്ഞ് അലറിക്കാറി ആ ഒരു 3 അവള് പതിയെ പതിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറു കബൂട്ടോ അയച്ച ഒരു ലെറ്റർ വായിക്കുകയാണ്. അതില് കബൂട്ടോ നമ്മൾ കൊടുത്ത ആ ഒരു മരുന്ന് ഉപയോഗിച്ച് അവളെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മറിച്ച് അവള് തന്നെ അവളുടെ ഫുൾ പവർ എടുത്ത് അതിനെ കൺട്രോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ കരുതിയതുപോലെ അവൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. കട്ട് ചെയ്താ ഇവിടെ ടോബി ആവട്ടെ അവൻ ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അതിന്റെ അടുത്ത് ചെല്ലുമ്പോ അവൻ ഇക്കിമാരുവിനെ കാണും. ഇവളാരാ? ഈ ഒരു മോൺസ്റ്ററിനെ പോലും ഇത്ര എളുപ്പത്തില് ഇവള് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഷീനോ പറയും, പൊന്നെ അവള് നിസ്സാരക്കാരി അല്ല കേട്ടോടാ, നിന്റെ ഇക്കിമാരുമാണ് ഇപ്പൊ ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ വില്ലത്തി അവള് കണ്ണു തുറന്നു നോക്കുമ്പോ അവളുടെ തൊട്ടു മുൻപില് ആ ഒരു മോൺസ്റ്റർ അതിനെ കണ്ട് പേടിച്ച് അവളുടെ ബോധം വീണ്ടും പോവും. വില്ലത്തിയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ റിഞ്ചി ആവട്ടെ അവൻ അവിടെ നിന്ന് ഇപ്പൊ ഇക്കിമാരുവെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.